one of the most repeated NEET PYQ on the screen, and the question is read the following statement. അപ്പോൾ ഒരു statement type question ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, and here we have 4 statements. So first one, colostrum is recommended for the newborns because it is rich in antigen. And second statement, chikungunya is caused by gram-negative bacteria. Third statement, tissue culture has proved useful in obtaining virus-free plant. And last one, beer is manufactured by distillation of fermented grapes എന്നാണ് കൊടുത്തിരിക്കുന്നത്. And the question, how many of these statement is or are correct? അപ്പോൾ എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിലെ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ലേ? എത്ര എണ്ണം കറക്റ്റ് ആണ്, നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 4 ഓപ്ഷൻസ് 2, 1, 3 and 4 ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ്മെന്റ് നമുക്ക് അഗെയിൻ റീഡ് ചെയ്ത് നോക്കാം. കൊളസ്ട്രം ഈസ് റെക്കമെൻഡഡ് ഫോർ ദി ന്യൂ ബോൺസ്. കറക്റ്റ് ആണ് അല്ലേ? കൊളസ്ട്രം എന്താണ്? ഫസ്റ്റ് മിൽക്ക് ആണ് അല്ലേ? നമ്മുടെ മദറിൽ നിന്ന് ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മിൽക്കാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ആൻഡ് യെല്ലോയിഷ് കളർ ആയിരിക്കും. അതിലെന്താണ്? ആന്റിബയോട്ടിക്സ് ആണ് കൂടുതൽ ഉണ്ടാവുന്നത്, ആന്റിജൻ അല്ല. സോ ഇതെന്താണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ, ചിക്കൻഗുനിയ ഈസ് കോസ്ഡ് ബൈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. നമ്മൾ ലോവർ ക്ലാസ്സസ് മുതലേ കേൾക്കുന്നതാണ് ചിക്കൻഗുനിയ. ഏത് ബാക്ടീരിയ ആണ്? ബാക്ടീരിയ ആണോ ചിക്കൻഗുനിയ വരുത്തുന്നത്? അല്ല, ചിക്കൻഗുനിയ വൈറസ് ആണ്. എഗെയിൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് third one, tissue culture has proved useful in obtaining virus free plant. അത് കറക്റ്റ് ആണ് അല്ലേ? ടിഷ്യൂ കൾച്ചർ വൈറസ് ഫ്രീ പ്ലാന്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത ഒരു ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഒരു സ്മോൾ ടൈം കൊണ്ട് തന്നെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് അറ്റ് എ ടൈം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇൻ ദി ലബോറട്ടറി ഓർ ഇൻ വിട്രോ കണ്ടീഷനിൽ. ഓക്കെ, ആൻഡ് അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ലാസ്റ്റ് വൺ, ബിയർ ഈസ് മാനുഫാക്ചർഡ് ബൈ ഡിസ്റ്റിലേഷൻ ഓഫ് ഫെർമെന്റഡ് ഗ്രേപ്സ്. ഫെർമെന്റഡ് ഗ്രേപ്സ് ഡിസ്റ്റിലേറ്റ് ആണ് ചെയ്യുന്നത്. അവരെന്താണ്? ഡിസ്റ്റിലേഷൻ അല്ല അല്ലേ അവിടെ നടക്കുന്നത്? ബിയർ ഈസ് മാനുഫാക്ചർഡ് ബൈ ഡിസ്റ്റിലേഷൻ അല്ല. സോ അതും എന്തുതന്നെയാണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിസ്റ്റിലേഷൻ വേണ്ട അവിടെ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഹൗ മെനി ഓഫ് ദീസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണം കറക്റ്റ് നമ്പർ ആണ് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കിയ 4 സ്റ്റേറ്റ്മെന്റിൽ ഒൺലി തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ളത്. സോ only 1 ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ.